പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയവീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയവീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പോയ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കു നന്ദിയേകിടാം. അവിടുത്തെ പാതയിൽ നീങ്ങാതെ വന്നതാ വീഴ്ചകൾക്കു മാപ്പിറങ്ങിടാം. 5 പതിറ്റാണ്ടുകൾക്കു മുമ്പുണർന്നതാം വചനദീപനാള ശോഭ പുൽകി. പുത്തനാം കരുത്തു നേടിയെത്ര സോദര കർത്താവിനു സ്നേഹ സാക്ഷ്യമേകി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. ശക്തമാം നവീകരണത്തിന്റെ പാത തന്നിൽ ഉൾക്കരുത്തു നേടി നീങ്ങുവാൻ. തിരുവചനത്തിൻ പൊരുൾ പങ്കുവെച്ചു നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്തവർ. നമ്മെ നയിച്ചിടുവാൻ കൈപിടിച്ചവർ. മുൻപേ നടന്നകന്നു പോയവർ. ഏവരെയും യേശുവിൻ തൃക്കരങ്ങളിൽ സ്നേഹമോടെ സമർപ്പിച്ചിടാം. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. സഭയിലെ വലിയ നവീകരണത്തിനും മുന്നേറ്റത്തിനും കാരണമായിട്ടുള്ള കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം അതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുകയും കേരള സഭയിൽ ഏതാണ്ട് 40 വർഷം അത് വലിയ ദൈവാനുഭവത്തിൻ്റെ ധാരാളം ദാനങ്ങൾ നമ്മൾക്ക് നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ ജൂബിലി ഇവിടെ ആഘോഷിക്കുമ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരും ഈ ദിവസങ്ങളിൽ ഇവിടെ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരും ദൈവത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ടവളായി ഞാൻ നിൽക്കുന്നു എന്ന അനുഭവം, കൊല്ലപ്പെട്ടിട്ടും ജീവിച്ചിരിക്കുന്ന ആ കുഞ്ഞാടിനെ പോലെ ഞാൻ മരിച്ചു പോകാവുന്ന മരണകരമായ അനുഭവത്തിലൂടെ എൻ്റെ പാപത്തിൻ്റെ ജീവിതത്തിലൂടെ ഒക്കെ കടന്നുപോയിട്ടും അവിടുന്ന് ജീവിക്കുന്നവനായി എന്നെ പിടിച്ചുയർത്തി ജീവിപ്പിക്കുന്നു എന്ന വലിയ അനുഭവം. സ്നേഹമുള്ളവരെ, ഈ അനുഭവത്തിലേക്ക് കടന്നു വന്ന മക്കളാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെയുള്ള മക്കൾക്കാണ് അടുത്തിരിക്കുന്ന ആളോട് പറയാൻ കഴിയുക. അങ്ങനെയുള്ള മക്കൾക്കാണ് അവരവരുടെ ജീവിതത്തെ പറ്റി സാക്ഷ്യം പറയാൻ പറ്റുക.
എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ കർത്താവ് എന്നെ മാറ്റി. എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ കർത്താവ് എൻ്റെ സഹായത്തിനുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്നു പോകാവുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു, പക്ഷേ കർത്താവ് എന്നെ താങ്ങി നിർത്തി എന്ന് ജീവിക്കുന്നവനായ കർത്താവിനെ പറ്റി സാക്ഷ്യം പറയാൻ കഴിയുന്ന ദൈവ മക്കളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ കാണുകയാണ്. സ്നേഹമുള്ളവരെ, ഇതാണ് ഇന്നത്തെ നമ്മളുടെ ആവശ്യവും. ഈ ഒരു അനുഭവത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കേണ്ടത്. ഈ ഒരു അനുഭവമാണ് നമ്മൾക്ക് കൂടുതലായി ഉണ്ടാകേണ്ടത്. കരിസ്മാറ്റിക് അനുഭവം നമ്മെ നയിക്കേണ്ടത് ഈ ഒരു അനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്കാണ്. അത് നമ്മെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മിൽ സംഭവിപ്പിക്കുന്നത്? നമ്മെ സാക്ഷ്യം പറയുന്നവരാക്കുകയാണ്, നമ്മെ ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുന്നവരാക്കുകയാണ്. എവിടെ ഒരവസരം കിട്ടിയാലും അവിടെ ഞാനൊരു ചെറിയ പ്രേക്ഷിതയായി മാറും. എനിക്ക് കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ ദൈവം പകർന്നു തന്ന ഈ നിരവധിയായ കൃപകൾ, ദാനങ്ങൾ, സിദ്ധികൾ, ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ പലതും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു കാണും. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതൊക്കെ കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു, കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയായിരുന്നു. എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലും നവീകരണത്തിൻ്റെ അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം സമർപ്പണ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സഭയുടെ ദൗത്യത്തിൽ പങ്കുകാരനും പങ്കുകാരിയുമായി തീരുന്നതിന് വേണ്ടിയായിരുന്നു, പ്രേക്ഷിതനായി തീരുന്നതിന് വേണ്ടിയായിരുന്നു, പ്രേക്ഷിതയായി മാറുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ 50 വർഷം പൂർത്തിയാകുമ്പോൾ ഇന്ന് കത്തോലിക്ക സഭയിൽ വലിയ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജനം മുഴുവനും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ട പ്രേക്ഷിതരാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ്. ഇത് നിസാരമായ ഒരു കാര്യമല്ല. ഇത് നമ്മെപ്പറ്റി തന്നെ, നമ്മൾ പരമ്പരാഗതമായി അനുഭവിച്ചു വന്ന നമ്മളുടെ കൗദാശിക ജീവിതത്തെ പറ്റി തന്നെ പുതിയ ഒരു ഉൾക്കാഴ്ച നമ്മൾക്ക് കൊണ്ടുവരികയാണ്. കൂദാശ ജീവിതം അത് അവിടെ ചെന്ന് സ്വീകരിക്കുമ്പോൾ മാത്രം അനുഭവിക്കുന്ന ഒന്നല്ല. പലർക്കും ഓർമ്മയില്ലാത്ത കാലത്ത് നമ്മൾ സ്വീകരിച്ച നമ്മളുടെ മാമോദീസയും സ്ഥൈര്യലേപനവും ഒരുപക്ഷെ ആദ്യ കുർബാനയും ഒക്കെ അന്ന് കഴിഞ്ഞുപോയ ഒരു സംഭവമല്ല, അതെന്നെ മാറ്റിയ സംഭവമാണ്. അതെന്നെ ഒരു പുതിയ വ്യക്തിയായി യേശു ക്രിസ്തുവിൽ അവനിലേക്ക് പ്രതിഷ്ഠിച്ച അനുഭവമാണ്. യഥാർത്ഥത്തിൽ അതാണ് നമ്മളുടെ മാമോദീസയും നമ്മളുടെ കൂദാശകളും. നമ്മെ എടുത്ത് ക്രിസ്തുവിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസിനോട് ഒപ്പം പറയത്തക്ക വിധത്തിൽ നമ്മൾ നമ്മെ എടുത്ത് ക്രിസ്തുവിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെയാണ് ആ ക്രിസ്തുവിൻ്റെ ജീവൻ, പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവായി, നമ്മളുടെ ജീവനായി മാറുന്നത്. അങ്ങനെയാണ് കർത്താവിൻ്റെ ദൗത്യം, അവിടുന്ന് ഈ ലോകത്തിൽ പൂർത്തീകരിക്കേണ്ട ദൗത്യം, സഭയിലൂടെ ഇന്നും തുടരുന്നതായ അതേ ദൗത്യം നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമായിട്ട് തീരുന്നത്. ആ ദൗത്യത്തിൽ നമ്മൾ പങ്കാളികളായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് സഭയിലേക്ക് തിരിഞ്ഞാൽ നമ്മൾക്ക് സുവിശേഷ പ്രഘോഷകർ അതിൻ്റെ നിറവാണ്. എന്തുമാത്രം ദൈവമക്കൾ ഇന്ന് സുവിശേഷ പ്രഘോഷകരായി സഭയിൽ ശുശ്രൂഷയുടെ സ്ഥാനത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു വലിയ ദൈവകൃപയല്ലേ? ഇതൊരു വലിയ ദൈവാനുഗ്രഹമല്ലേ? ഈ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതർക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായി അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർക്ക് മാത്രമോ അല്ല. ഇത് ഓരോ ക്രിസ്ത്യാനിയുടെയും ചുമതലയാണ്, ദൗത്യമാണ്. നമ്മൾ അതിലേക്ക് വിളിക്കപ്പെട്ടവരാണ്.
അതിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് എന്ന വലിയ ഒരു ഉറപ്പ്, ഒരു ബോധ്യം ഈ അനുഭവം നമ്മൾക്ക് പകർന്ന് തരുകയാണ്. അതുപോലെ തന്നെ അനേകം ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ സമൂഹത്തിലേക്ക് നോക്കുക, നമ്മളുടെ സഭാ ജീവിതത്തിലേക്ക് നോക്കുക. മുമ്പൊക്കെ വൈദികര് പ്രത്യേകമായ ഒരു ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുക, പുരോഹിത ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുകയാണ്. പിന്നെ സഭയിൽ പ്രേക്ഷിത രംഗത്തേക്ക് സമർപ്പിതരെ വിളിക്കപ്പെടുകയാണ്. അങ്ങനെയാ ബാക്കിയുള്ളവരൊക്കെ ആ ശുശ്രൂഷ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരു വിചാരം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന ഓരോരുത്തരും ഒരു ശുശ്രൂഷകനാവണം, ഒരു ശുശ്രൂഷകയാവണം, സഭയുടെ പ്രേക്ഷിതനാവണം, പ്രേക്ഷിതയാവണം എന്നുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ സഭയിൽ ഏറെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തോട് ഏറെ നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വൈദികരുടെ അല്ലെങ്കിൽ സമർപ്പിതരുടെ ഒക്കെ മാത്രം പ്രവർത്തന മേഖലകളായിരുന്ന എത്രയോ ശുശ്രൂഷയുടെ രംഗങ്ങളിലേക്ക് ഇന്ന് കേരള കത്തോലിക്ക സഭയിലെ അൽമായ സഹോദരങ്ങൾ 100% സമർപ്പണ ബുദ്ധിയോടുകൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവരവരുടെ സ്വന്തം കുടുംബങ്ങളെ ആതുരാലയങ്ങളാക്കി മാറ്റിയ എത്രയോ മക്കൾ നമ്മളുടെ സഭയിൽ ദൈവത്തിന് വലിയ സാക്ഷ്യം നൽകിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ സന്തോഷം ജീവിക്കുന്നു. ഒരുപക്ഷെ നമ്മൾക്ക് 50 വർഷം 40 വർഷം മുമ്പ് നമ്മൾ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതൊന്നും നമ്മളുടെ ചുമതലയായി നമ്മൾ കരുതിയില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ വളരെയേറെ മാറി. എങ്ങനെയാണ് ഈ മാറ്റം കേരള സഭയിലുണ്ടായത്, ലോകം മുഴുവനുള്ള കത്തോലിക്ക സഭയിലുണ്ടായത്? ഈ നവീകരണം, പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ പ്രാപിക്കുന്ന ഈ ഒരുപക്ഷെ വിസ്മയകരമായ എന്ന് കരിസ്മാറ്റിക് അനുഭവം നമ്മൾ ഒരുപക്ഷെ മുൻകൂട്ടി കണ്ടിട്ടില്ലാത്ത രീതിയിൽ, നമ്മെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ എന്ന് സുള്ളിവൻ പറഞ്ഞത് അതുകൊണ്ടാണ്. വിസ്മയകരമായ ഈ അനുഭവം ഇന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. മുമ്പ് നമ്മൾ വിഭാവനം ചെയ്തിട്ടില്ലാത്ത വലിയ ശുശ്രൂഷകൾക്ക് ത്യാഗപൂർവം ദൈവമക്കൾ ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. അത് വൈദികരും സമർപ്പിതരും മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ജീവിതാന്തസ്സിലുള്ള ദൈവമക്കളും ഇങ്ങനെ കൂടുതൽ പ്രേക്ഷിത തീഷ്ണത ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്നേഹമുള്ളവരെ, ഇത് കൃപയുടെ വലിയ അനുഭവമാണ്. ഇത് കൃപയുടെ വലിയ നിറവാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് സഭയിലേക്ക് കൊണ്ടുവന്ന വലിയ പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 2 തലങ്ങളിലും പരിശുദ്ധാത്മാവ് ജീവൻ പകർന്ന് സഭയുടെ ശരീരത്തിലേക്ക് ജീവനെ ഒഴുക്കിക്കൊടുക്കുകയാണ്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഇത് വ്യത്യസ്തമായ ഒരു അനുഭവം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതല്ല കരിസ്മാറ്റിക് അനുഭവം. ഇത് എങ്ങനെയാണോ ഈ 2 തലങ്ങളിലും 2 ശ്വാസകോശത്തിലേക്കും ഓക്സിജൻ കടന്നു വരുന്നത്, പ്രാണവായു കടന്നു വരുന്നത്, അതുപോലെ നമ്മളുടെ സഭയ്ക്ക് ഈ 2 തലങ്ങളുണ്ടെന്ന്, അതിനൊരു ഹയറാർക്കിക്കൽ തലമുണ്ടെന്ന്, അതിനൊരു കരിസ്മാറ്റിക് തലമുണ്ടെന്ന്. ഹയറാർക്കിക്കൽ തലവും കൂദാശ ജീവിതവും നിറഞ്ഞ ഒരു തലമുണ്ടെന്ന്, എന്നാൽ അതോടൊപ്പം തന്നെ നിരന്തരം പരിശുദ്ധാത്മാവ് നേരിട്ട് ഇടപെടുന്ന, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും മാറ്റം സൃഷ്ടിക്കുന്ന, നേരിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന വലിയ കൃപകളുടെ ഒരു നിറവിൻ്റെ അനുഭവമുണ്ട് എന്നുള്ളത് കത്തോലിക്ക സഭ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇതെ സംബന്ധിച്ച് ഇന്ന് ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2ാം വത്തിക്കാൻ കൗൺസിൽ ഇതെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് നമ്മൾക്കറിയാം. 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ജനതകളുടെ പ്രകാശം എന്ന
ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ 12-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇതേ പരിശുദ്ധാരൂപി കൂദാശകളും വിശുദ്ധ ശുശ്രൂഷകളും വഴി മാത്രമല്ല ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നതും നയിക്കുന്നതും അവരെ പുണ്യങ്ങളാൽ അലങ്കൃതരാക്കുന്നതും. പ്രത്യുത തൻ്റെ ദാനങ്ങൾ തൻ്റെ ആഗ്രഹത്തിനൊത്ത് ഓരോരുത്തർക്കും വിഭജിച്ച് കൊടുത്തുകൊണ്ട് എല്ലാ ജീവിത അന്തസ്സിലുമുള്ള വിശ്വാസികളുടെ ഇടയിൽ സവിശേഷ കൃപാദാനങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമാണ് ഇതുവഴി അവർ വിവിധ കർത്തവ്യങ്ങളും ജീവിത പദവികളും ഏറ്റെടുക്കാൻ കൂടുതൽ യോഗ്യരും ഉത്സുകരുമാക്കപ്പെടുന്നു എന്ന് ലൂമൻ ജെൻസിയം 12-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ഇത് വലിയ ഒരു തിരിച്ചറിവാണ്. ഇത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠനമാണ്. അപ്പോൾ ഈ രണ്ട് തലങ്ങളെയും കേരള കത്തോലിക്ക സഭ അങ്ങേയറ്റം വിലമതിക്കുന്നു എന്ന്. ഇന്ന് രണ്ട് തലങ്ങളെയും സഭ അതിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പ്രത്യേകമായിട്ട് പറഞ്ഞതുപോലെ ഇത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലാണ്. കൗൺസിലിൻ്റെ ഈ കണ്ടെത്തലിനെ പറ്റിയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞത്. കൗൺസിൽ ഈ രണ്ട് തലങ്ങളെയും ഒരുമിച്ച് സഭയിലേക്ക് ചേർത്തപ്പോൾ അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലായിട്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കണ്ടത്. അങ്ങനെയാണ് സഭയിൽ ഈ ക്രിസ്തുവിൻ്റെ ദൗത്യം തുടരുന്നതിന് പ്രത്യേകമായി അൽമായ മക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പലപ്പോഴും വൈദികർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, പലപ്പോഴും സമർപ്പിത ജീവിതങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും സുവിശേഷത്തിൻ്റെ സന്തോഷം ഫ്രാൻസിസ് പാപ്പ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ലോകത്തിൽ സുവിശേഷത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന മക്കളായി മാറാൻ സഭ നമ്മെ പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ കരിസ്മാറ്റിക് അനുഭവത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: പരിശുദ്ധാത്മാവേ വരണമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സിദ്ധികളെയും ദാനങ്ങളെയും പൂർവാധികം ഫലപ്രദമാക്കണമേ. അങ്ങയുടെ ഈ പുത്രീപുത്രന്മാർക്ക് പുതിയ ശക്തിയും പ്രേഷിതത്വപരമായ ആവേശവും നൽകണമേ. അവരെ വീണ്ടെടുപ്പുകാരനും മനുഷ്യൻ്റെ രക്ഷകനുമായ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കണമേ. ഇത് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. ഇത് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥനയായിട്ട് മാറേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. ഈ അനുഭവത്തെ സംബന്ധിച്ച് നമുക്ക് സംശയത്തിന് യാതൊരു ഇടവും ഇല്ലാതെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ, പരിശുദ്ധാത്മ നിറവിൽ സഭയുടെ ഹൃദയത്തിലാണ്. കാരണം നാം നിരന്തരം തുടിക്കുന്ന ആ ഹൃദയത്തിൻ്റെ രണ്ട് പ്രവർത്തനങ്ങളിലും, നിരന്തരം സ്വയം നവീകരിക്കുന്ന അതിൻ്റെ പ്രവർത്തനത്തിലും, നിരന്തരം സുവിശേഷം പ്രഘോഷിക്കുന്ന, സുവിശേഷത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കുന്ന ഈ രണ്ട് പ്രവർത്തനത്തിലും നമ്മൾ പങ്കുകൊള്ളുന്നതുകൊണ്ട് സഭയുടെ ദൗത്യത്തിൽ നമ്മൾ സമ്പൂർണമായി നമ്മെ തന്നെ പങ്കുകാരാക്കി മാറ്റുന്നതുകൊണ്ട് നമ്മൾ സഭയുടെ ഹൃദയത്തിൽ തന്നെയാണ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. കേരള കത്തോലിക്ക സഭയിൽ കരിസ്മാറ്റിക് അനുഭവം ഈ ഒരു അനുഭവത്തിലേക്ക് ഇനിയും തീർച്ചയായും വളരേണ്ടതുണ്ട്, മുന്നോട്ട് തീർച്ചയായും പോകേണ്ടതുണ്ട് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു നന്ദി പറച്ചിലിൻ്റെ അവസരം, ഈ ഒരു ഒത്തുകൂടലിൻ്റെ അനുഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്ക് പ്രത്യാശയോടെ നോക്കുന്ന അവസരം കൂടിയാണ്. നമ്മൾക്ക് പരീക്ഷണങ്ങളുടെ സാഹചര്യങ്ങളുണ്ട്, പരിമിതികൾ നമ്മളെ മേൽ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവിടെയൊക്കെ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിരന്തരം നമ്മെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, നിരന്തരം നമ്മെ
ഈ ക്രിസ്തു ചൈതന്യത്തിലേക്ക്, തൻ്റെ ഈ ദൗത്യത്തിലേക്ക് പങ്കുചേർക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുമെന്നുള്ള ബോധ്യം നമുക്ക് വേണം. എത്ര വലിയ പ്രതിസന്ധികൾ വരട്ടെ, ഭാവി എങ്ങനെ നമ്മളെ ഉറ്റുനോക്കട്ടെ, പക്ഷേ പ്രത്യാശയോടുകൂടി ഭാവിയെ നോക്കാൻ നമ്മൾക്ക് സാധിക്കും. കാരണം നിരന്തരം ഈ ജീവൻ്റെ ആത്മാവ് നമ്മോട് മന്ത്രിക്കുന്നു. നിരന്തരം യേശു ജീവിക്കുന്നവനാണെന്ന്, യേശു സ്നേഹിക്കുന്നവനാണെന്ന്, യേശു എൻ്റെ പാപങ്ങൾ മോചിക്കുന്നവനാണെന്ന്, യേശു എൻ്റെ ജീവിതത്തിൻ്റെ നായകനായി എൻ്റെ ഒപ്പമുണ്ടെന്ന് ഉള്ള ആ ഉയിർപ്പിൻ്റെ കണ്ടുമുട്ടലിലേക്ക് എന്നെ നയിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേക്ഷിതരാക്കി മാറ്റും. നമ്മെ കൂടുതൽ തീഷ്ണതയുള്ള ദൈവമക്കളാക്കി മാറ്റും. നമ്മളുടെ കൗതാശികമായ ജീവിതത്തെ കൂടുതൽ ഉണർവുള്ളതാക്കി മാറ്റും. ഇവിടെ നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നന്ദി പ്രകാശനത്തിന് ഒരുമിച്ച് കൂടിയിരിക്കുന്നുവോ, അതേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും അൾത്താരയ്ക്ക് ചുറ്റും നമ്മൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തിന് നന്ദി പറയാൻ കഴിയും. അപ്പോൾ കൗതാശിക ജീവിതം, സഭയുടെ പൗരോഹിത്യപരമായ ശുശ്രൂഷകൾ ഇതിനെയെല്ലാം ഉയർത്തി നിർത്തുന്ന, ഇതിനെയെല്ലാം വിലമതിക്കുന്ന, എന്നാൽ നമ്മൾ നിരന്തരം ശുദ്ധീകരിക്കപ്പെട്ട് നവീകരിക്കപ്പെട്ട് നമ്മളും ആ ഗണത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക്, ശുശ്രൂഷകൾ അവരെ ഏൽപ്പിച്ചു കൊടുത്ത് മാറ്റി നിർത്തുന്ന സ്വീകർത്താക്കളിലേക്കല്ല, നമ്മളും നവീകരിക്കപ്പെടുന്ന ശുശ്രൂഷയുടെ ആ വേദികളിലേക്ക്, നമ്മൾ ജീവിക്കുന്ന മേഖലകളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ, അവിടെയൊക്കെ പ്രേക്ഷിതരായി മാറുന്ന അനുഭവത്തിലേക്ക് വളരാൻ കഴിയണം. ഈ അനുഭവം സഭ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി കേരള സഭ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളുടെ പ്രാർത്ഥനകളും തീർച്ചയായും സഭയോട് ഒപ്പം ചേർത്ത് വയ്ക്കുവാൻ, സഭയുടെ പ്രാർത്ഥനകളോടും അപേക്ഷകളോടും ചേർത്ത് വയ്ക്കുവാൻ, നമ്മൾക്ക് കൂടുതൽ തീഷ്ണതയുള്ള ദൈവമക്കളായി തീരുവാൻ, കൂടുതൽ തീഷ്ണതയോടുകൂടി ഈ യാത്രയിൽ കരിസ്മാറ്റിക് അനുഭവം, അത് നവീകരണത്തിൻ്റെ അനുഭവമാണ്, അത് പ്രേക്ഷിത തീഷ്ണതയുടെ അനുഭവമാണ്, അത് ശുശ്രൂഷ നിറവിൻ്റെ അനുഭവമാണ്. ഓരോരുത്തരെയും ശുശ്രൂഷയ്ക്ക് പ്രേരിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, നമ്മളുടെ ബലഹീനതകളെ പോലും ശക്തിയാക്കി മാറ്റുന്ന ദൈവിക നിറവിൻ്റെ അനുഭവമാണ്. ആ നിറവിൻ്റെ അനുഭവത്തിൽ ഇനിയും മുമ്പോട്ട് പോകുന്നതിന് ഈ പ്രസ്ഥാനത്തെ, ഈ നവീകരണ മുന്നേറ്റത്തെ പരിശുദ്ധാത്മ നിറവിൽ സഭയുടെ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജൂബിലിയുടെ വലിയ സന്തോഷം നമ്മൾക്ക് ഒരുമിച്ച് അനുഭവിക്കാനും ദൈവത്തെ നമ്മൾക്ക് ഒരുമിച്ച് സ്തുതിക്കാനും പരിശ്രമിക്കാം.